നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഒരു മെട്രിക്സിന് ഡിറ്റർമിനന്റ് എങ്ങനെ കാണണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എവറി സ്ക്വയർ മെട്രിക്സ് എ ഈക്വൽ ടു എ ഐ ജെ വി associate a number called determinant of A and denoted by determinant A or dit A. അപ്പോൾ ഏതൊരു സ്ക്വയർ മെട്രിക്സ് എടുത്തു കഴിഞ്ഞാലും അതിനെ നമ്മളൊരു നമ്പറിലേക്ക് അസോസിയേറ്റ് ചെയ്യും. ആ നമ്പറിനെയാണ് നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ ഓരോ കേസായിട്ട് നമുക്കത് നോക്കാം. ഓരോ ഓർഡറിൽ ഫസ്റ്റ് 1 ഓർഡർ ഉള്ളത്, 2 ഓർഡർ ഉള്ളത്, അങ്ങനെ ജനറൽ കേസ് വരെ നമുക്ക് ഡിറ്റർമിനന്റ് കാണുന്നതിനെ നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ കേസ് ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 1. അപ്പോൾ ഓർഡർ 1 ആയിട്ടുള്ള ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കാണും? അപ്പോൾ ഫസ്റ്റ് മെട്രിക്സ് ഇതാണ്. ഇഫ് മെട്രിക്സ് എ ഈക്വൽ ടു A11. A11 എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് മാത്രമുള്ള മെട്രിക്സ് ആണ്, ഓർഡർ 1 ആയിട്ടുള്ള മെട്രിക്സ് ആണ്. അപ്പോൾ അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിറ്റർമിനന്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് ഈക്വൽ ടു ആ എലമെന്റ് തന്നെയായിരിക്കും, A11 തന്നെയായിരിക്കും. അതാണ് ഓർഡർ 1 ആയിട്ടുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. ഇനി അടുത്ത ഓർഡർ 2 ആയിട്ടുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2. അപ്പം ഓർഡർ 2 ആയിട്ടുള്ള മെട്രിക്സിന്റെ ജനറൽ ഫോമാണ് എഴുതിയ A11, A12, A21, A22. അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുക: ഡിറ്റർമിനന്റ് ഓഫ് A11, A12, A21, A22 ഈക്വൽ ടു A11 ഇൻറ്റു A22 മൈനസ് A21 ഇൻറ്റു A12. അങ്ങനെയാണ് നമ്മൾ 2x2 മെട്രിക്സിന്റെ, ഇത് പറഞ്ഞാൽ 2x2 മെട്രിക്സ് അല്ലേ, 2x2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണുന്നത് അങ്ങനെയാണ്: A11 ഇൻറ്റു A22 മൈനസ് A21 ഇൻറ്റു A12. ഇത് ഓൾറെഡി നമുക്കറിയാം. നമുക്ക് 3x3 മെട്രിക്സിന്റെയും ഡിറ്റർമിനന്റ് നമുക്കറിയാം. ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 എന്ന് പറഞ്ഞാൽ ഒരു 3x3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാണ്? ഡിറ്റർമിനന്റ് ഓഫ് എ അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നതായിരിക്കും 3x3ന്റെ മെട്രിക്സിന്റെ ജനറൽ ഫോം നമുക്ക് ഓൾറെഡി അറിയാം: A11, A12, A13, A21, A22, A23, A31, A32, A33. അപ്പോൾ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് എലമെന്റ് A11 എടുക്കുക. A11 ഇൻറ്റു ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്, ഈ ഇത്രയും സാധനത്തിന്റെ ഡിറ്റർമിനന്റ് A11 ഇൻറ്റു A22 ഇൻറ്റു A33 മൈനസ് A32 ഇൻറ്റു A23 മൈനസ് അടുത്ത എലമെന്റ് എടുക്കുക A12. അപ്പോൾ ഈ A12 എടുത്തു കഴിഞ്ഞാൽ A12 ഉള്ള കോളത്തിലെ ഈ എലമെന്റ് കൂട്ടില്ല, ബാക്കിയുള്ള എലമെന്റ് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിറ്റർമിനന്റ് കാണാം. A12ന്റെ കോളത്തിലുള്ളത് കൂട്ടൂല, ഇതൊഴിച്ചിട്ട് ബാക്കി ഉള്ളത് എന്ന് വെച്ചാൽ A21 ഇൻറ്റു A33 മൈനസ് A31 ഇൻറ്റു A23 പ്ലസ് അടുത്ത എലമെന്റ് എടുക്കുക A13 ഇൻറ്റു, അപ്പം എന്ത് ചെയ്യുക? ഈ കോളത്തിലെ എലമെന്റ് കൂട്ടില്ല, ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനന്റ് ആണ്. അപ്പം A21 ഇൻറ്റു A32 മൈനസ് A31 ഇൻറ്റു A22. അപ്പോൾ ഇതാണ് നമ്മുടെ 3x3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയും. അപ്പോൾ ഇതിനെ നമ്മൾ ജനറലായിട്ട് എഴുതുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ ആ ഡിറ്റർമിനന്റ് കേസ് എഴുതുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3. നിങ്ങൾ ഓൾറെഡി ഇത് ഈ 3 ഓർഡർ ഉള്ളത് വരെ പഠിച്ചിട്ടുണ്ടാവും. ജനറൽ കേസാണ് നമുക്ക് ഇനി പഠിക്കേണ്ടത്. അപ്പോൾ ജനറൽ കേസ് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് മൈനേഴ്സും കോ ഫാക്ടേഴ്സും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ജനറലായിട്ട് നമുക്ക് ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണണമെങ്കിൽ മൈനേഴ്സ് എന്താ, കോ ഫാക്ടേഴ്സ് എന്താന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. മൈനർ എന്താന്ന് നോക്കാം. മൈനേഴ്സ് ഓഫ് ആൻ എലമെന്റ് ഇൻ എ
matrix. So the minor of an element in a matrix is defined as the determinant of the matrix obtained by deleting the column and row containing that element. The minor of the element usually denoted by Mij. Minor of the element Aij usually denoted by Mij. അപ്പോൾ മൈനർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു മെട്രിക്സിലെ ഒരു എലമെൻറ്റിൻ്റെ മൈനറാണ് നമ്മൾ പറയും. ഒരു മെട്രിക്സിലെ ഒരു എലമെൻറ്റിൻ്റെ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെട്രിക്സിലെ ആ എലമെൻറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക, എന്നിട്ട് ബാക്കി കിട്ടുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് ആ എലമെൻറ്റിൻ്റെ മൈനർ എന്ന് പറയുന്നത്. അപ്പോൾ ഐ ജെൻ്റെ മൈനറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക എങ്ങനെയാണ്? Mij. ഇപ്പോൾ എക്സാമ്പിളായിട്ടൊന്ന് നോക്കാം. നമുക്കൊരു മെട്രിക്സ് കൺസിഡർ ദ മെട്രിക്സ് A ഈക്വൽ ടു 3x3 ജനറൽ മെട്രിക്സ് എഴുതാം. A11, A12, A13, A21, A22, A23, A31, A32, A33. അപ്പോൾ ജനറൽ മെട്രിക്സ് എഴുതി. ഇനി നമുക്ക് ഇതിൽ കുറച്ച് എലമെൻറ്റുകളിലെ മൈനേഴ്സ് കാണാം. അപ്പോൾ മൈനർ ഓഫ് ഫസ്റ്റ് എലമെൻ്റ് ആണ്. മൈനർ ഓഫ് A11 എന്താന്ന് നോക്കാം. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുക എങ്ങനെയാ? M11 ഡിനോട്ട് ചെയ്യും. അപ്പം A11ൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ A11 കണ്ടെയ്ൻ ചെയ്ത കോളം ഏതാ? ഈ കോളം. ആ കോളം ഒഴിവാക്കുക, A11 കണ്ടെയ്ൻ ചെയ്ത റോയ് ഒഴിവാക്കുക. ബാക്കി എന്താ ഉണ്ടാവുക? ഈ കോളവും ഈ റോയും ഒഴിവാക്കിയ ബാക്കി നമുക്ക് ഉണ്ടാവുക A22, A23, A32, A33. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് മൈനർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എത്ര വരും? A22, A33 മൈനസ് A32, A23. Cofactor of an element in a matrix. The cofactor of an element Aij in a square matrix is denoted by Cij and is defined by Cij equal to minus 1 raised to I plus j into Mij, where Mij is the minor of the element Aij. അപ്പോൾ കോഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു എലമെന്റ് Aijൻ്റെ കോഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് Aijൻ്റെ മൈനർ ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ Cij കൊണ്ടാണ്. അപ്പോൾ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? minus 1 raised to I plus j into Mij. അപ്പോൾ ആ എലമെൻറ്റിൻ്റെ എന്താ മൈനർ കണ്ടുപിടിക്കുക, എന്നിട്ട് -1 raised to ഇവിടെ ഐയും ജെയും എത്രയാ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. -1 raised to I plus j into Mij. അപ്പോൾ എക്സാമ്പിളായിട്ട് 3x3 മെട്രിക്സ് തന്നെ കൺസിഡർ ചെയ്യുക. കൺസിഡർ ദ മെട്രിക്സ് A equal to A11, A12, A13, A21, A22, A23, A31, A32, A33. അപ്പോൾ നമ്മൾ A11ൻ്റെ കോഫാക്ടർ കാണാൻ ചോദിക്കാം. കോഫാക്ടർ ഓഫ് A11 അതിനെ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുക? C11 ഡിനോട്ട് ചെയ്യും. C11 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -1 raised to 1 plus 1 M11 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. എന്തായിരുന്നു? അപ്പോൾ -1 raised to 1 plus 1 എന്ന് പറഞ്ഞാൽ -1 square. അത് എത്രയാ? 1. അപ്പോൾ ഇവിടെ M11 തന്നെയാണ്. M11 നമ്മൾ കണ്ടുപിടിച്ചത് എന്തായിരുന്നു? മൈനർ ഓഫ് A11 എന്താ? ഈ കോളവും ഈ റോയും ഒഴിവാക്കിയിട്ടുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഓഫ് A22, A23, A32, A33. അപ്പോൾ ഇതാണ് കോഫാക്ടർ ഓഫ് A11 എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഒരു എലമെന്റിന്റെ കോഫാക്ടർ കണ്ടു നോക്കാം നമുക്ക്. കോഫാക്ടർ ഓഫ് A23 എടുത്തു നോക്കാം.
A23ന്റെ കോഫാക്ടറിനെ നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യും? C23 എന്ന് വെച്ചാൽ എത്രയാ? -1 + 2 + 3 ഇൻറ്റു M23. -1/5 വരും അല്ലേ? -1/5 എന്ന് പറഞ്ഞാൽ -1 മൈനസ് ഇൻറ്റു ഇനി M23 എന്ന് പറഞ്ഞാൽ എന്താ? M23 എന്ന് പറയുമ്പോൾ 23 എന്ന് പറയുന്ന A23ന്റെ മൈനറാണ് അല്ലേ? അപ്പോൾ ഈ A23 കണ്ടെയ്ൻ ചെയ്യുന്ന കോളവും ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന റോയും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതല്ലേ? A23 കണ്ടെയ്ൻ ചെയ്യുന്ന ഈ കോളവും ഈ റോയും ഒഴിവാക്കിയ ബാക്കി എന്തൊക്കെ ഉണ്ടാവും? A11, A12, A31, A32 ഉണ്ടാവും. അപ്പം നേരത്തെ ഒഴിവാക്കി ഇതിൽ കൂട്ടണ്ട. എന്തൊക്കെ ഉണ്ടാവും? ഡിറ്റർമിനന്റ് ഓഫ് A11 A12, A31, A32 ഇത്ര എലമെന്റ് അല്ലേ ഉണ്ടാവുള്ളൂ അതിൽ. അപ്പോൾ മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് A11, A12, A31, A32 ആണ് ഇപ്പോൾ ഇതിന്റെ കോഫാക്ടർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ ഇതാണ് കോഫാക്ടർ എന്ന് പറഞ്ഞാലും മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോഫാക്ടർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് നമുക്ക് മനസ്സിലായല്ലോ. കോഫാക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് മൈനർ ആവശ്യമാണ്. രണ്ടും ഒരു എലമെന്റിന്റെ കോഫാക്ടറും ഒരു എലമെന്റിന്റെ മൈനറും ആണ് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോഫാക്ടറും മൈനറും കണ്ടുപിടിക്കുന്നത്.